ഇടുക്കി കമ്പംമേട്ടിൽ വീടിന് തീപിടിച്ച വീട്ടമ്മ മരിച്ചു. നിരപ്പൽ കടനച്ചാട്ട വിജയന്മ കരുണനാണ് മരിച്ചത്. വീടിനകത്തുനിന്നും പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് വീടിന് തീപിടിച്ചത്? സ്മൃതി, ഷോർട്ട് സർക്യൂട്ടാണ് വീടിന് തീപിടിക്കാൻ കാരണമെന്നാണ് കമ്പംമേട്ട് പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. മറ്റ് ദുരൂഹതകൾ ഇതിലില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഇതിലിപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമാണ് എങ്ങനെയാണ് വീടിന് തീപിടിച്ചതെന്നും ഈ സ്ത്രീയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിലും ഒരു വ്യക്തത വരികയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ ഈ തീപിടിച്ച വീട്ടിലെത്തി ഫോറൻസിക് സംഘം വിശദമായിട്ടുള്ള പരിശോധന നടത്തും. അതുകൂടാതെ കമ്പംമേട്ട് പോലീസിന്റെ നേതൃത്വത്തിലും വിശദമായിട്ടുള്ള പരിശോധന നടക്കും. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് കമ്പംമേട്ടിന് സമീപം നെരപ്പേൽക്കട നെച്ചാട്ട് വിജയമ്മ എന്ന സ്ത്രീ വീടിന് തീപിടിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിജയമ്മ ക്യാൻസർ രോഗി കൂടിയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് വിജയമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിജയമ്മ കൂടാതെ ഭർത്താവും രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും വീട്ടിലുണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വിജയമ്മയുടെ ഭർത്താവ് പുറത്തു പോയിരുന്നു. ആ സമയത്താണ് വീടിന് തീപിടിക്കുകയും വിജയമ്മ മരിക്കുകയും ചെയ്തത്. വീട്ടിൻ്റെ അകത്തു നിന്നും പുക ഉയരുന്നത് കണ്ടാണ് സമീപവാസികൾ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. അതിനുശേഷം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ തീ കെടുത്തുകയായിരുന്നു. അതിനുശേഷം കട്ടപ്പനയിലെ ആശുപത്രിയിൽ വിജയമ്മ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ദാരുണമായ സംഭവം. എന്നാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് കമ്പംമേട്ടിന് സമീപം വീടിന് തീപിടിക്കുകയും ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ക്യാൻസർ ബാധിതയായ സ്ത്രീയാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.